ഉള്ളവരെ, അബ്രഹാമിന്റെ ജീവിതത്തിലെ 25 വർഷത്തെ ദൈവീക നിശബ്ദത ഇസഹാക്കിനെ കൊണ്ടുവന്നെങ്കിൽ, ജോസഫിന്റെ ജീവിതത്തിലെ 17 വർഷത്തെ ദൈവീക നിശബ്ദത ജോസഫിനെ ആ രാജ്യത്തിന്റെ പ്രഥമ പുരുഷനാക്കി ദൈവം മാറ്റിയെങ്കിൽ, ദാവീദിന്റെ ജീവിതത്തിലെ ആ 13 വർഷത്തോളമുള്ള ദൈവീക നിശബ്ദത ദാവീദിനെ അത്ഭുതമാക്കി മാറ്റിയെങ്കിൽ, മോശയുടെ ജീവിതത്തിലെ 40 വർഷത്തെ ചില ദൈവിക നിശബ്ദതകൾ ദൈവിക വാഗ്ദത്തത്തെ നിവർത്തീകരിച്ചെങ്കിൽ, ദൈവം ചില കാര്യങ്ങളിൽ ഡിലേ ആകുന്നത് നിന്നെ ഡിനൈ ചെയ്തു എന്നല്ല, ചിലത് വൈകുന്നത് നിന്റെ ജീവിതത്തിന്റെ വിടുതലിന് വേണ്ടിയിട്ടാണ്. മോനെ, ദൈവിക നിശബ്ദതയുടെ 1-ാം അധ്യായം കൊണ്ട് തീരുന്നതല്ല നിങ്ങളുടെ ജീവിതത്തിന്റെ ചരിത്രം. ഈ നിശബ്ദതയുടെ മറുപടിയില്ലായ്മയുടെ ഈ താള് ഇന്ന് പകൽ ദൈവം മറിക്കുകയാണ്. ദൈവിക മറുപടിയുടെ ഒരു 2-ാം അധ്യായം നിങ്ങളുടെ മുമ്പിൽ തുറക്കുകയാണ്. ആരാധനയുടെ, സെലിബ്രേഷന്റെ ഒരു 3-ാം അധ്യായത്തിലേക്ക് ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ കൈ പിടിച്ച് കയറ്റാൻ പോവുകയാണ്.